Good afternoon, all. Today we are discussing other methods. So, first of all, we have discussed in the antimicrobial susceptibility testing. We have discussed this diffusion, dilution method, and then e-test. Next methods are coming under a few tests are also available. They are coming under other methods. So, several commercial systems have been developed that provide conveniently prepared and also formatted microdilution panels as well as instrumentation and automated reading of plates. അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും റീഡിംഗ് വരെ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. So these methods are intended to reduce technical error and lengthy preparation time. ഒരുപാട് ടൈം വേണമല്ലോ ഈ ഡയലൂഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു ബുദ്ധിമുട്ടെല്ലാം കുറയും. Most automated antimicrobial susceptibility testing systems provide automated inoculation, reading, interpretation. എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് ഇപ്പോൾ അവൈലബിൾ ആണ്. So these systems have advantage of being rapid. Some results can be generated within hours and convenient. But one major limitation for most of the laboratory. അപ്പോൾ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് ആണ്. The cost entailed in the initial purchase, operation and maintenance of machinery. Some examples of this include Vitec system. Biomirexന്റെ ആണ്. ഓരോ കമ്പനീസിന്റെ പേരാണ് ഓട്ടോമേറ്റഡ് ഇൻ മെഷീൻസിന്റെ. Walkaway system, Sensitizer Iris, Avantage test system, Micronaut and Phoenix. ഇതൊക്കെയാണ് ഈ ഫേമസ് ആയിട്ടുള്ള automated instruments used in antimicrobial susceptibility testing. ഇനി ഈ ടെസ്റ്റ് ഡിസ്ക് ഡിഫ്യൂഷൻ അതുപോലെ തന്നെ ഡയലൂഷൻ മെത്തേഡിന് പുറമെ വരുന്ന വേറെ ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? മെക്കാനിസം സ്പെസിഫിക് ടെസ്റ്റ് അതും വരുന്നുണ്ട്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് മേ ഓൾസോ ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ടെസ്റ്റ്. അപ്പോൾ റെസിസ്റ്റൻസ് വേറെ മെത്തേഡ് വഴി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ത്രൂ ടെസ്റ്റ് that directly detect the presence of particular resistant mechanism. എന്താണ് ആ റെസിസ്റ്റൻസിന്റെ പുറകിലുള്ള മെക്കാനിസം എന്നത് ഡയറക്ട്ലി ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റാണ് മെക്കാനിസം സ്പെസിഫിക് ടെസ്റ്റ്. ഫോർ എക്സാമ്പിൾ ബീറ്റാ ലാക്ടമേസ്. അതൊരു റെസിസ്റ്റന്റ് മെക്കാനിസം ആണ്. അതൊരു ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ബീറ്റാ ലാക്ടമേസ്. അപ്പോൾ ഈ എൻസൈമിന്റെ ഡിറ്റക്ഷൻ ദിസ് ക്യാൻ ബി അക്കംപ്ലിഷ്ഡ് യൂസിങ് ആൻ assay such as chromogenic cephalosporinase test, Cockey's-Wiley MD. ഇതൊക്കെ ബീറ്റാ ലാക്ടമേസ് ഓർഗാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള ടെസ്റ്റുകളാണ്. ദെൻ BBL, ഡ്രൈസ്ലൈഡ് നൈട്രോസെഫിൻ, ബെക്ടൺ ഡിക്കിൻസൺ സ്പാർക്സ്, അതായത് ഇതൊക്കെ മെക്കാനിസം സ്പെസിഫിക് ടെസ്റ്റിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിന്റെ പേരാണ്. ദെൻ ഡിറ്റക്ഷൻ ഓഫ് ക്ലോറാം ഫെനിക്കോൾ മോഡിഫൈങ് എൻസൈം, അതായത് മെയിനായിട്ട് എൻസൈംസ് ഓർഗാനിസം ഇത്തരത്തിലുള്ള എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നില്ലെന്ന് ടെസ്റ്റ് ചെയ്യാൻ. അതർ ടെസ്റ്റ്. അപ്പോൾ അതർ ഓട്ടോമേറ്റഡ് മെത്തേഡ്സ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ ഒന്ന് രണ്ടെണ്ണം പറയുന്നുണ്ട്. ഞാൻ 2-3 ആർട്ടിക്കിൾ റെഫർ ചെയ്തിട്ടാണ് ഇത് കണ്ടത്. അപ്പൊ അതിൽ ചിലതിൽ കാണുന്നതാണ് ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മെട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ, അതായത് മൾട്ടി ടോഫ് MS. ദിസ് ഇസ് അനദർ മെത്തഡ് ഓഫ് ഫീനോടൈപ്പിക് സസെപ്റ്റബിലിറ്റി. ഫീനോടൈപ്പിക് അതായത് ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസ് വെച്ചിട്ടുള്ള സസെപ്റ്റബിലിറ്റി. ദിസ് ഈസ് എ ഫോം ഓഫ് ടൈം ഓഫ് ഫ്ലൈറ്റ് മാസ് സ്പെക്ട്രോമെട്രി. ഇത് ഒരു തരത്തിൽ പറഞ്ഞ സ്പെക്ട്രോമെട്രിക് മെത്തേഡാണ് ഇൻ വിച്ച് മോളിക്യൂൾസ് ഓഫ് എ ബാക്ടീരിയം ആർ സബ്ജക്റ്റഡ് ടു മെട്രിക്സ് അസിസ്റ്റഡ് ലേസർ ഡിസോപ്ഷൻ. അപ്പോൾ ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ അയണൈസ്ഡ് പാർട്ടിക്കിൾസ് ആർ ആക്സലറേറ്റഡ് ആൻഡ് സ്പെക്ട്രൽ പീക്സ് അത് ആക്സലറേറ്റ് ചെയ്യുന്ന ആ പീക്ക് റെക്കോർഡ് ചെയ്യും, പ്രൊഡ്യൂസിങ് an expression profile which is capable of differentiating specific bacterial strains after being compared to non-profiles. This include in the context of antibiotic susceptibility testing such strains such as beta lactamase producing E. coli etc. ഇത് ഓട്ടോമേറ്റഡ് മെത്തേഡിൽ വരുന്നതാണ്, റാപ്പിഡ് ആണ്. Limitations to testing in this format is, however, results may not match the results of phenotypic testing.
നമ്മൾ ഫീനോടൈപ്പിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഡിസ്ക് ഡിഫ്യൂഷൻ മെത്തേഡ് ഒക്കെ ആണല്ലോ, അതിന്റെ റിസൾട്ട്സ് ആയിട്ട് മാച്ച് ആവുന്നില്ല. ആൻഡ് ഓൾസോ അക്വിസിഷൻ ആൻഡ് മെയിൻ്റനൻസ് ഈസ് വെരി വെരി എക്സ്പെൻസീവ്. അതാണ് ഈ ഓട്ടോമേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, എക്സ്പെൻസീവ് ആയിരിക്കും. ഇതാണ് മൾട്ടി TOF എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്, അതിന്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇത് കാണിക്കുന്നത്. ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുത്താൽ മതി. ഇനി അടുത്തതാണ് ജീനോടൈപ്പിക് മെത്തേഡ്സ്. അപ്പോൾ ഫീനോടൈപ്പിക്കിൽ വരുന്നതാണ് ഡിസ്ക് ഡിഫ്യൂഷൻ, ഈ ടെസ്റ്റ്. അപ്പൊ അതിൽ വരുന്നതാണ് ഈ ഓട്ടോമേറ്റഡ് മെത്തേഡ്സ്. ഇനി അടുത്തത് ജീനോടൈപ്പിക് മെത്തേഡ്സ്. സിൻസ് റെസിസ്റ്റന്റ് ട്രേറ്റ്സ് ആർ ജനറ്റിക്കലി എൻകോഡഡ്. അപ്പൊ ഈ റെസിസ്റ്റൻസിന് കാരണമായിട്ടുള്ള ഈ എൻസൈം പ്രൊഡക്ഷൻ ഒക്കെ കാരണമായിട്ടുള്ള ട്രേറ്റ്സ് എന്താണ്? ജനറ്റിക്കലി എൻകോഡഡ് ആണ്. വി ക്യാൻ സംടൈംസ് ടെസ്റ്റ് ഫോർ ദ പ്രസൻസ് ഓഫ് സ്പെസിഫിക് ജീൻസ് ദാറ്റ് കൺഫർ ആൻഡ്. അപ്പോൾ നമുക്ക് ഈ ജീനോടൈപ്പിക് മെത്തേഡ് വഴി ഏത് ജീൻസ് ആണ് ഇന്ന റെസിസ്റ്റൻസിന് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. However, although nucleic acid based detection systems are generally available, they are rapid and sensitive. So, it is important to remember that the presence of a resistant gene does not necessarily equate to treatment failure. അപ്പോൾ ഈ റെസിസ്റ്റന്റ് ജീൻ ഉണ്ടെന്ന് വിചാരിച്ച് ട്രീറ്റ്മെന്റ് ഫെയിലിയർ എപ്പോഴും സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. ബട്ട് റെസിസ്റ്റൻസ് ഈസ് ഓൾസോ ഡിപ്പെൻഡ് ഓൺ ദ മോഡ് ആൻഡ് ലെവൽ ഓഫ് എക്സ്പ്രഷൻ ഓഫ് ജീൻസ് ലെവൽ. Some of the most common molecular techniques utilized for the antibiotic resistant detection are followed. അപ്പോൾ ഇതിൽ കുറച്ച് മെത്തേഡ്സ് ആണ്: PCR, DNA microarray, DNA chips, loop mediated isothermal amplification. This may be used to detect whether the bacteria possess gene ഉണ്ടോ എന്നില്ലേ എന്നുള്ളത് അറിയാം, which confer antibiotic resistance. For example, it is the use of PCR to detect the, പിന്നെ അതുപോലെ തന്നെ PCR എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു ഡിറ്റക്ട് ദ MECA gene. MECA gene എന്ന് പറയുന്നത് ഈ ബാക്ടീരിയ, അതായത് റെസിസ്റ്റൻസ് കാണിക്കും. MECA gene ഉള്ള ബാക്ടീരിയ ഫോർ ബീറ്റാലാക്ടം റെസിസ്റ്റന്റ്, അതായത് ബീറ്റാലാക്ടം റെസിസ്റ്റന്റ് ആയിരിക്കും ആ ബാക്ടീരിയ, MECA gene. അതുകൊണ്ടാണ് ഈ ഓക്സാസിലിൻ റെസിസ്റ്റൻസ്, മെത്തിസിലിൻ റെസിസ്റ്റൻസ് ഒക്കെ കാണിക്കുന്ന സഫൈലോകോക്ക ഉണ്ടല്ലോ, അതിനൊക്കെ ഏത് ജീൻ ഉണ്ടാവും? MECA gene. Other examples includes assay for testing vancomycin resistant genes VAN-A, VAN-B. അതായത് ഈ രണ്ട് ജീൻസും ഒരു ബാക്ടീരിയയിൽ ഉണ്ടെങ്കിൽ ദേ എക്സിബിറ്റ് വാൻഗോമൈസിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ആ ജീൻ ഉണ്ടോന്നില്ലേ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ. അതുപോലെ അത് ഏതൊക്കെ ബാക്ടീരിയകളിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്? എൻട്രോകോക്കസ് എക്സെട്ര. ആൻഡ് ഓൾസോ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഇൻ സ്യൂഡോമോണാസ്, ക്ലെബ്ഷിയല്ല, ഈക്കോളി. ഇതിലത്തെ റെസിസ്റ്റന്റ് മെക്കാനിസം ടെസ്റ്റ് ചെയ്യാനും PCR യൂസ് ചെയ്യും. So this tests have the benefit of being direct and rapid as compared to observable methods, and have a high likelihood for detecting and finding when there is one to detect. The resistant genes are detected does not always match the resistant profile seen with phenotypic method. ഇപ്പോൾ ഈ റെസിസ്റ്റന്റ് ജീൻ ഡിറ്റക്ട് ചെയ്തത് നമ്മൾ ഫീനോടൈപ്പിക് മെത്തേഡിൽ റെസിസ്റ്റന്റ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിനോട് മാച്ച് ആവണമെന്നില്ല. പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ളത് ദീസ് ടെസ്റ്റ് ആർ ഓൾസോ വെരി വെരി എക്സ്പെൻസീവ്, റിക്വയർ സ്പെസിഫിക്കലി ട്രെയിൻഡ് പേഴ്സൺസ്. ഈ PCR കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആക്കുന്നുണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മോളിക്കുലർ ടെക്നിക് ഫോർ ഡിറ്റക്ടിങ് സർട്ടൻ DNA സീക്വൻസസ് ഓഫ് ഇൻട്രസ്റ്റ്. PCR കോവിഡ്, കൊറോണ വൈറസിനെ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, RT-PCR എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ദിസ് ഇൻവോൾവ് സെവറൽ സൈക്കിൾസ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് PCRലുള്ളത് സെവറൽ സൈക്കിൾസ് ഓഫ് ഡീനേച്ചറേഷൻ ഓഫ് സാമ്പിൾ DNA, ദെൻ അനീലിംഗ് ഓഫ് സ്പെസിഫിക് പ്രൈമർ, ആൻഡ് ദെൻ എക്സ്റ്റൻഷൻ ഓഫ് ദി സീക്വൻസ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ടാവും. ആസ് ഫെസിലിറ്റേറ്റഡ്. അപ്പോൾ ഇത് അതായത് ഫസ്റ്റ് ഡീനേച്ചർ ചെയ്യും, പിന്നെ അനീലയും ജോയിൻ ചെയ്യും, അഗെയിൻ എക്സ്റ്റൻഷൻ ഓഫ് ദി സീക്വൻസ്. അതിനൊരു എൻസൈം ഉണ്ട്, തെർമോസ്റ്റേബിൾ പോളിമറേസ്. അതാണ് ഇറ്റ് ലീഡ്സ് ടു റെപ്ലിക്കേഷൻ ഓഫ് ദി ഡ്യൂപ്ലിക്കേറ്റ് DNA സീക്വൻസ് ഇൻ an exponential manner to a point which will be visibly detected by gel electrophoresis and with an aid of DNA intercalating chemical which fluoresce under UV light. So PCR is a method of identifying genes related
ഇതില് ബാക്ടീരിയൽ ജീനോമാണ് ഡീനേച്ചർ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടാണ് പിന്നെ അതിന്റെ അനീലിംഗ് ഒക്കെ നടക്കുന്നത്. Primers specific to a sort after a gene are added to a solution containing DNA. DNA polymerase is added along with a mixture containing molecule. Okay, അതിന്റെ സ്റ്റെപ്സ് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ if the relevant gene, അപ്പോൾ ഇത് എന്താന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യും. അതായത് എന്തെങ്കിലും ചെറുതായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ജീനിനെ നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ നമുക്ക് എടുത്ത് കാണിക്കണം. അതാണ് PCR വഴി മെത്തേഡ്. ജീൻസ് ഡിറ്റക്ട് അത് എന്തെങ്കിലും റെസിസ്റ്റൻസിന് കാരണമായിട്ടുള്ള ജീൻ ഉണ്ടെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ വഴി അതിനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും. മെയിനായിട്ട് PCR അതാണ്. സോ ഇഫ് ദ റെലവന്റ് ജീൻ ഫോർ ദ റെസിസ്റ്റൻസ് ഈസ് പ്രസന്റ് എവറി ടൈം ദിസ് പ്രോസസ് റൺസ് ദ ക്വാണ്ടിറ്റി ഓഫ് ജീൻ വിൽ ബി ഡബിൾഡ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. സോ ദ പ്രസൻസ് ഓഫ് ജീൻസ്, അപ്പോൾ ഈ ജീനിന്റെ പ്രസൻസ് ഡബിൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ ജീൻ ഉണ്ട് അതിന്റെ പ്രസൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനും വേറെ മെത്തേഡ്സ് യൂസ് ചെയ്യും. അതാണ് നേരത്തെ പറഞ്ഞ ഇലക്ട്രോഫോറസിസ്, സദേൺ ബ്ലോട്ടിംഗ്, DNA സീക്വൻസിങ് മെത്തേഡ്സ് ഒക്കെ വരുന്നത്. പിന്നെ നെക്സ്റ്റ് മെത്തേഡാണ് DNA മൈക്രോ എറേ. DNA മൈക്രോ എറേ എന്ന് പറയുമ്പോൾ ആൻഡ് ചിപ്സ് യൂസ്ഡ് ഫോർ ബൈൻഡിങ് കോംപ്ലിമെന്ററി DNA ടു എ ടാർഗറ്റ് DNA ഓർ ന്യൂക്ലിക് ആസിഡ് സീക്വൻസ്. അപ്പൊ ഈ ബെനിഫിറ്റ് ഓഫ് ദിസ് ഇസ് ദാറ്റ് മൾട്ടിപ്പിൾ ജീൻസ്. അപ്പൊ ഇതിൽ ഒറ്റ ജീൻ മാത്രമല്ല, അതായത് കാരണം ഒന്നിൽ കൂടുതൽ ജീൻസ് നമുക്ക് അസസ് ചെയ്യാം. മൾട്ടിപ്പിൾ, അതായത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. റെസിസ്റ്റൻസിന് കാരണമായിട്ടുള്ള 3-4 ജീൻസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് മെത്തേഡാണ് DNA ഹൈബ്രിഡൈസേഷൻ. അതും ജീനോടൈപ്പിക് മെത്തേഡിൽ വരുന്നതാണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്ട് ദാറ്റ് DNA pyrimidines, മെയിൻലി സൈറ്റോസിൻ ആൻഡ് തൈമിഡിൻ, pyrimidin സ്പെസിഫിക്കലി പെയർ വിത്ത് പ്യൂരിൻസ്. അത് നമ്മളെ ബേസിക് റൂളാണ്. Purine pair with pyrimidine. Therefore, a labeled probe with a non-specific sequence can pair up and open or denature DNA from the test sample as long as their sequence complement each other. അപ്പോൾ അത് ലേബൽഡ് പ്രോബ്, അതായത് DNA-നായിട്ട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു പ്രോബ് ഇതിനായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ ഹൈബ്രിഡ്, അതായത് ഒറിജിനൽ DNA-നായിട്ട് ഈ ലേബൽഡ് പ്രോബ് ബൈൻഡ് ചെയ്യും. സോ ദിസ് മേ റിസൾട്ട്സ് ഇൻ ഹൈബ്രിഡൈസേഷൻ. ദിസ് മേ occurs and the probe labels this with a detectable radioactive. അപ്പോൾ ഓൾറെഡി ഈ നമ്മൾ ബൈൻഡ് ചെയ്യിപ്പിച്ച പ്രോബ് ഉണ്ടല്ലോ, ലേബൽഡ് പ്രോബ്, അതിന് ഓൾറെഡി നമ്മളൊരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ടാഗ് ചെയ്യും. നമ്മൾ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് അല്ലെങ്കിൽ ആന്റിജനിക് സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ എൻസൈം അല്ലെങ്കിൽ ഓർ കെമി ലൂമിനസെന്റ് കോമ്പൗണ്ട് വെച്ച് ടാഗ് ചെയ്യും. എന്നിട്ട് അതിനെയാണ് ഒറിജിനൽ DNA-നായിട്ട് ഹൈബ്രിഡൈസ് ചെയ്യുന്നത്, അതായത് ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. Whereas, if no target sequence is present or the isolate does not have any specific gene of interest, അപ്പോൾ അതായത് എന്താന്ന് വെച്ചാല് ഈ ലേബൽ, അതായത് ബൈൻഡ് ചെയ്യുന്ന ആ പ്രോബ് ഉണ്ടല്ലോ, ഈ ഓൾറെഡി അഫക്റ്റഡ് ജീനായിട്ട് കോംപ്ലിമെന്ററി ആണെങ്കിൽ മാത്രമേ ഹൈബ്രിഡൈസേഷൻ നടക്കുള്ളൂ. ടാർഗറ്റ് സീക്വൻസ് ഇല്ലെങ്കിൽ, if there is no target sequence are present or the isolate, അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഐസോലേറ്റ് does not have any specific gene, ആ പ്രത്യേക തരത്തിലുള്ള ജീന്, റെസിസ്റ്റൻസിന് കാരണമായിട്ടുള്ള ജീന് ഇല്ലെങ്കിൽ നോ അറ്റാച്ച്മെന്റ് വിത്ത് ദാറ്റ് പ്രോബ്, ആ ലേബൽഡ് പ്രോബിനായിട്ട് ഒരിക്കലും അറ്റാച്ച് ചെയ്യില്ല. ആ ജീൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ അതിനോട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ജീനുള്ള പ്രോബിനായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. സോ ഇഫ് നോ ടാർഗറ്റ് സീക്വൻസ് ആർ പ്രസന്റ്, isolate does not have the target specific gene of interest, no attachment of probes will occur and therefore no signals will be detected. പിന്നെ വരുന്നത് modification of PCR and DNA hybridization. With these basic principles, several modifications have been introduced which further improve the sensitivity and specificity of the standard procedures. Examples for such development. അപ്പോൾ ഇത് മോഡിഫിക്കേഷൻ, ഈ PCR ഉം DNA ഹൈബ്രിഡൈസേഷൻ വെച്ച് മോഡിഫൈ ചെയ്ത മെത്തേഡ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് യൂസ് ഓഫ് 5' ഫ്ലൂറസെന്റ് ലേബൽ ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ്. അതൊരു മെത്തേഡ്, ജസ്റ്റ് പേര് നോട്ട് ചെയ്താൽ മതി. ഡെവലപ്മെന്റ് ഓഫ് മോളിക്കുലർ ബീക്കൺസ്, ഡെവലപ്മെന്റ് ഓഫ് DNA array, അതായത് DNA array നേരത്തെ പറഞ്ഞു, ആൻഡ് DNA ചിപ്സ്. ഇതൊക്കെ മോഡിഫൈഡ് മെത്തേഡ്സ് ആണ് കേട്ടോ PCR DNA ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ മെയിൻ ആയിട്ട് ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിനെ കുറിച്ച് പറയാന്. അപ്പൊ നമ്മുടെ ഈ ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റിംഗ്, അതുപോലെ തന്നെ ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞ പോർഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കഷൻ വെക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.